ഇതെല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്ന് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫയൽ റീഡിങ് തന്നെയാണ് ചെയ്യണത്. ഇത് രണ്ടും ഫയലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുങ്കുമച്ചെപ്പാണ്. ഇതൊരു ഇതാണ്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആദ്യം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് നമുക്ക് പേഴ്സണൽ റീഡിങ് വേണ്ടവര് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണം. ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം നോക്കി തരാം കേട്ടോ. ഓക്കെ. യൂണിവേഴ്സ് എൻ്റെ യൂണിവേഴ്സിന് അവരുടെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? അപ്പൊ നമുക്ക് കാർഡ് വന്നിട്ടുണ്ട്. കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കാദ്യം ഇത് സെലക്ട് ചെയ്തവർക്ക് ഉള്ള റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിലെ എല്ലാ നന്മയും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് വളരെ അഡിക്റ്റഡ് ആണ്, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട് എന്താണ് ഒരു നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് ഇത്തിരി പൈസയും ആവശ്യത്തിന് ഇത്തിരി പൈസയും എല്ലാം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ സൗഭാഗ്യത്തോടു കൂടി എല്ലാ സന്തോഷ സമാധാനവും എല്ലാ സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. നല്ലൊരു കുടുംബം, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, നല്ല അന്തരീക്ഷം, നല്ല വീടും കുടുംബം, നല്ലൊരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയത് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനോ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദീർഘകാലത്തേക്ക് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയണത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ദീർഘകാലത്തേക്കാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്നാണ് പറയണത്. നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയണത്. അപ്പൊ നല്ല എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. ഇനി എല്ലാ കാര്യത്തിലും സക്സസും വിജയവും എല്ലാം ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ് പരിശ്രമിക്കുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഭാഗ്യവും ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണെന്നാണ് പറയണത് കേട്ടോ.
ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റാണ് ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ടൈമൊക്കെ ചേഞ്ച് ആവാൻ പോകുമെന്നാണ് പറയുന്നത്. ഇനി ലൈഫിൽ എല്ലാ സമ്പത്തും ഭാഗ്യവും സൗഭാഗ്യം എല്ലാം വരാൻ പോകണം. ഒരു ലൈഫിൽ ഒരു നല്ലൊരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിളിക്കുന്ന ഏത് ശക്തിനെയാണ് വിളിക്കുന്നത്, ആ ശക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാം. ഭൂമി വാങ്ങിക്കാനൊന്നും ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും, നല്ല സ്നേഹം, പ്യുവർ ആയിട്ടുള്ള സ്നേഹം ഉണ്ടായിരിക്കുമെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനായിട്ട് ഒരു സാധ്യതയുണ്ട് കേട്ടോ. എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും വല്ല കടം കൊടുത്ത പൈസയോ അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടി അടിക്കുക അല്ലെങ്കിൽ വല്ല ലോട്ടറി അടിക്കുക എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. പണം എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കുറെ കാലമായിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ സമയമായി, അത് നിങ്ങൾക്ക് സാധ്യമാവാൻ പോകുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ നിങ്ങളുടെ വേറെ കുട്ടികളുണ്ടാവാൻ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്, അതൊക്കെ നടക്കാൻ സമയമായി എന്നാണ് പറയണത് കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരുന്നാണ് പറയണത് ഇപ്പൊ കേട്ടോ. നല്ലൊരു ഇതാണ് ഇത് സെലക്ട് ചെയ്തവർക്ക്, നല്ലൊരു കാർഡുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് സെലക്ട് ചെയ്തവരുടെ കാര്യം പറയാം. ഇത് സെലക്ട് ചെയ്തവർ ഇത് കുങ്കുമച്ചപ്പാണ്. ഇത് സെലക്ട് ചെയ്തവർക്ക് കുറച്ച് സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. എന്താ ചെയ്യേണ്ടത്, എവിടെ നീങ്ങണം, എങ്ങനെ നീങ്ങണം, എന്ത് ചെയ്യണം, രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കണെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയായിട്ട് നോ കോണ്ടാക്ട് ആയിട്ടിരിക്കണമെന്ന് പറയാം. ഇപ്പൊ ജോലിയിലായാലും ജോലി പോയിട്ടിരിക്കുക, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു സ്തംഭനാവസ്ഥ, ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോണേന്നാണ്, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണെന്നാണ് പറയണത് ഇത് സെലക്ട് ചെയ്തവർക്ക്. പിന്നെ വന്നിരിക്കുന്നത് എന്താ, ഒരു 3 ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സോഴ്സ്. ഓക്കെ, ഒരുപാട് ഹൃദയവേദന, വളരെ അസ്വസ്ഥാക്കുന്ന ഒരു സമയമാണ് പറയുന്നത്. ഒരുപാട് ദൗർഭാഗ്യം വരെ, ദുരിതങ്ങൾ ഒരുപാട് നിങ്ങൾ ആരോ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വേദന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീട്ടകന്ന് പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ, നഷ്ടമായ ബന്ധത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വളരെ സങ്കടമുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് ഉള്ളവരാ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഇപ്പൊ പലതും ആവാട്ടോ. ഇപ്പൊ വീട്ടുകാരോ അല്ലെങ്കിൽ ധനപരമായിട്ടോ എന്തോ ആവാം. അപ്പൊ അങ്ങനെ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇതിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് കണ്ണീര്, ഹൃദയാഘാതം, സങ്കടം വരാം, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് കലഹങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് സമ്മർദ്ദം തന്നെയാണ് പറയുന്നത്. ഒരുപാട് പ്രോബ്ലങ്ങൾ, ഒരുപാട് പേടി, ഭയാനകമായ ആശങ്കകള്, ഒരുപാട് സമ്മർദ്ദാനുഭവം, വളരെ ദുഃഖത്തിലാണെന്നാണ് പറയുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട് കേട്ടോ. ഇതെന്തായാലും ഇനി പോസിറ്റീവായിട്ടാണ് ഇനി മാറാൻ പോകുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇന്നത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്നു. ഇനി എന്തായാലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊക്കെ മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം സമാധാനമൊക്കെ കിട്ടും കേട്ടോ. നല്ല നല്ല ബന്ധത്തിലായാലും നിങ്ങളുടെ സന്തോഷമുള്ളൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. നല്ലൊരു ഫാമിലിയൊക്കെ ഉണ്ടാവും, സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമൊക്കെ ഉണ്ടാവും എന്നാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ പെട്ടെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ ഇത്തിരി അധികാരമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഇത്തിരി ഗമയൊക്കെ ഉള്ള, ഇത്തിരി എന്താ പറയുക, ഒരു
അധികാരമുള്ള ഒരു വ്യക്തിയൊക്കെയാണെന്ന് തോന്നും. അല്ലെങ്കിൽ അല്ലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെന്ന് പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ഒന്നിനധികം പേടിയൊന്നുമില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യും. അതാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എല്ലാ എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. അപ്പൊ അത്രയാണ് ഇത് സെലക്ട് ചെയ്തവർക്ക്. ഓക്കെ, അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പേഴ്സണൽ റീഡിങ് വേണ്ടവർ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ദയവായിട്ട്. ഓക്കെ, അടുത്ത റീഡിങ് ഇടുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.